Module 5 Superconductivity and Photonics. Superconductivity is a phenomenon in which electrical resistivity suddenly drops to zero at the transition temperature Tc. അതായത് ട്രാൻസിഷൻ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഒരു മെറ്റീരിയലിൻ്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി സീറോയിലേക്ക് ഡ്രോപ്പ് ആയി പോവുക. അല്ലെങ്കിൽ നമുക്ക് വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു ചാർജ് ഒരു മെറ്റീരിയലിൽ കൂടെ ഒരു തരത്തിലുള്ള റെസിസ്റ്റൻസും കൂടാതെ മൂവ് ചെയ്യുക. അതിൻ്റെ ഒരു ഗ്രാഫാണ് തന്നിട്ടുള്ളത്. ആ സൂപ്പർ കണ്ടക്ടർ ട്രാൻസിഷൻ ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി സീറോയിലേക്ക് ഡൗൺ ആയി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. When superconducting material cooled below its DC, it becomes resistanceless and perfect diamagnetic ആവും. അതാണ് ഒരു മീസ്നർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൂപ്പർ കണ്ടക്ടർ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് മൊത്തം എക്സ്പെൽഡ് ഔട്ട് ആവും. ഈ എഫക്റ്റിനെയാണ് നമ്മൾ മീസ്നർ എഫക്റ്റ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, അവിടെ രണ്ട് ഫീച്ചർ, രണ്ടാമത്തെ ഫീച്ചറിൽ മൊത്തം എക്സ്പെൽ ഔട്ടായിട്ട് നിൽക്കുന്നുണ്ടല്ലേ. പെർഫെക്റ്റ് ഡയമagnetism arises from some special magnetic property of superconductor. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, if there is no magnetic field inside superconductor, relative permeability or diamagnetic constant mu r is equal to 0 ആയിരിക്കും. Then total magnetic induction B is equal to, if the magnetic induction B is equal to 0, then B is equal to mu 0 h plus m. അപ്പോൾ B 0 ആണല്ലോ, 0 is equal to mu 0 h plus m. M is equal to minus h. അപ്പോൾ m by h is equal to -1. ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് പെർഫെക്റ്റ് ഡയമagnetism അറൈസ് ചെയ്യാം. ഇനി രണ്ട് ടൈപ്പ് സൂപ്പർ കണ്ടക്ടേഴ്സാണ്, ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സും ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സും. അപ്പം ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മേസ്നർ ഇഫക്റ്റ് കാണിക്കുന്ന ഇതിനെയാണ് നമ്മൾ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുക. ദേ ഹാവ് ലോ എച്ച് സി, ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക. ഡ്യൂ ടു ദെയർ ടെൻഡൻസി ടു എലോ പെനിട്രേഷൻ ഈവൻ ലോ അപ്ലൈഡ് ഫീൽഡ്, ദേ ആർ കോൾഡ് സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ്. നമ്മളതിനെ സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നും വിളിക്കും. എക്സാമ്പിൾ അലൂമിനിയം, ലെഡ്, മെർക്കുറി ഒക്കെയാണ്. ഇനി അതിൻ്റെ മാഗ്നറ്റൈസേഷൻ കേവ് ആണ്. അതായത് ഒരു മാഗ്നറ്റൈസേഷൻ കേവ് കാണുന്ന പോലെ തന്നെ ട്രാൻസിഷൻ അറ്റ് എച്ച് സി ഈസ് റിവേഴ്സിബിൾ. അതായത് ഇപ്പം നമ്മൾ ഈ ഫീൽഡ് ഈ എച്ച് സിനെക്കാട്ടും കുറച്ച് കഴിഞ്ഞാൽ, താഴ്ത്തിക്കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ പിന്നെയും സൂപ്പർ കണ്ടക്ടറായിട്ട് മാറും. അടുത്തത് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ് അത് പാർഷ്യലായിട്ട് മീസ്നർ ഇഫക്റ്റ് കാണിക്കുള്ളൂ. ദേ ഹാവ് HC1 ലോ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് HC2 അപ്പ് മാഗ്നറ്റിക് ഫീൽഡ്. റീജിയൻ ബിറ്റ്വീൻ ദം ഇറ്റ് ഈസ് ഇൻ വോർട്ടെക്സ് ഓർ മിക്സ്ഡ് സ്റ്റേറ്റ്. സിൻസ് ദേ നീഡ് ലാർജ് മാഗ്നറ്റിക് ഫീൽഡ് സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് തിരിച്ച് കൊണ്ടുവരാൻ വേണം എന്നുള്ളതുകൊണ്ട് അതിനെ നമ്മൾ ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നാണ് വിളിക്കുക. പിന്നെ ആസ് HC2 TC ആർ ഹൈ ഫോർ ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ്, ദേ ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻ. എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷനിൽ വൈഡ്ലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ മാഗ്നറ്റൈസേഷൻ കേവ് ആണ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ. ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ മാഗ്നറ്റൈസേഷൻ കേവ് കാണുന്ന പോലെ തന്നെ ട്രാൻസിഷൻ അറ്റ് എച്ച് സി ഈസ് നോട്ട് റിവേഴ്സിബിൾ. അതായത് നമുക്ക് കുറച്ചും കാട്ട് പിന്നെ ഈ സൂപ്പർ കണ്ടക്റ്റിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. മറ്റേതുപോലെ മറ്റേതിൻ്റെ ഗ്രാഫും ഈ ഗ്രാഫും തമ്മിൽ വ്യത്യാസം മനസ്സിലായില്ലേ. ഇനി BCS തിയറി. Bardeen-Cooper-Schiffer theory of superconductivity explains the origin of superconductivity as effect caused by the condensation of Cooper pairs into boson-like state. A Cooper pair or BCS pair is a pair of electrons bound together at low temperature in certain manner, first described by Leon Cooper. ഒരു കൂപ്പർ പെയർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ആ താഴത്തുള്ള പിക്ചർ. അതിൽ കണ്ടില്ലേ, ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന ആ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ലാറ്റിസ് അയൺസിനുള്ളിൽ കൂടെ. ഇങ്ങനത്തെ ഒരു തിയറീൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഡസ് നോട്ട് എക്സ്പ്ലെയിൻ സൂപ്പർ കണ്ടക്ടിവിറ്റി ഓഫ് ടൈപ്പ് 2 സെമി കണ്ടക്ടർ. ടൈപ്പ് 2 സെമി കണ്ടക്ടറിൻ്റെ സൂപ്പർ കണ്ടക്ടിവിറ്റിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. വാലിഡ് അറ്റ് ലോ ടെമ്പറേച്ചർ ഓൺലി. അതായത് സ്മോൾ ടെമ്പറേച്ചറിൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ. ഈ തിയറി ഡസ് നോട്ട് പ്രെഡിക്റ്റ് വിച്ച് മെറ്റീരിയൽ മേ ബി സൂപ്പർ കണ്ടക്ടേഴ്സ്. ഏതൊക്കെ മെറ്റീരിയലാണ് സൂപ്പർ കണ്ടക്ടർ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്താണ്? ദ ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടർ റെപ്രസെൻറ്റ് എ ന്യൂ ക്ലാസ് ഓഫ് മെറ്റീരിയൽ വിച്ച് ബിയർ എക്സ്ട്രാ ഓർഡിനറി സൂപ്പർ കണ്ടക്ടിങ് ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആൻഡ് ഗ്രേറ്റ് potential for wide-ranging technological applications.
Whereas ordinary or metallic superconductors usually have transition temperature of about 30 K minus 243.2 degrees Celsius, whereas high temperature superconductors have been observed with a transition temperature as high as 138 K minus 135 degree സെൽഷ്യസ് വരെ. അതായത് കുറച്ചും കൂടി ഹൈ ടെമ്പറേച്ചറിലുള്ള ഒരു സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് ആണ് ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. കുറച്ചുകൂടി ഒരു ലാർജ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. കോൾഡ് ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ് ഓൺ ബേസിസ് ഓഫ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ ബോയിലിംഗ് ടെമ്പറേച്ചർ ഓഫ് ലിക്വിഡ് നൈട്രജൻ 77 Kelvin or minus 196 degrees Celsius. However, the number of materials, including the original discovery and recently discovered superconductors, had critically temperatures below 77 Kelvin, but are commonly referred to in publication as being in the high temperature classes. ഇനി നമുക്ക് സൂപ്പർ കണ്ടക്ടിവിറ്റീൻ്റെ അപ്ലിക്കേഷൻസ് നോക്കാം. Low temperature liquid helium superconductors have been used to fabricate high field magnet and some electronic and radio frequency devices. The superconducting materials have been employed in NMR imaging, is used in medical diagnostics. Superconductors are used for effective magnetic shielding. Superconductors are used as magnetic energy storage. Superconductors are used to produce various devices such as QUTs and Josephson devices, etc. ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്, അതിൽ കുറച്ചെണ്ണം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇൻട്രൊഡക്ഷൻ ടു ഫോട്ടോണിക്സ്. ഫോട്ടോണിക്സ് എന്താണ്? ഫോട്ടോണിക്സ് ഇൻവോൾവ്സ് ദ പ്രോപ്പർ യൂസ് ഓഫ് ലൈറ്റ് ആസ് എ ടൂൾ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഹ്യൂമൻസ്. അതായത് ലൈറ്റ് നമ്മളെ ബെനിഫിറ്റ്സിന് വേണ്ടി ഉപയോഗിക്കാം. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ റൂട്ട് വേർഡ് ഫോട്ടോൺ വിച്ച് connotes the tiniest entity of light analogous to an electron in electricity. Microwave photonics is considered to be one of the emerging research field. Photonics is high-tech subject that evolved as a result of the fusion of optical technology with the electronics. അപ്പോൾ നമുക്കിനി ഈ ഫോട്ടോണിക്സിലുള്ള ചില ഫോട്ടോണിക് ഡിവൈസസിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് തന്നെ LED ആണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഓഫ് LED എന്ന് പറയുന്നത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഈസ് എ സെമി കണ്ടക്ടർ ലൈറ്റ് സോഴ്സ്. അതൊരു LED നമ്മൾ അധികവും യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ലാമ്പായിട്ടാണ്. പല ഡിവൈസസിലും അതിന് നമ്മൾ ലൈറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് LED. LED എന്ന് പറയുന്നത് ഒരു സ്മോൾ ഏരിയ ആണ്, വളരെ ചെറിയതായിരിക്കും LED. പിന്നെ ഇറ്റ് പ്രസൻസ് മെനി അഡ്വാൻറ്റേജ് ഓവർ bright light sources including lower energy consumption, longer lifetime, smaller size, fast switching. ഇതൊക്കെ LEDക്കുള്ള ഗുണങ്ങളാണ്. പിന്നെ ഒരു കൺസ്ട്രക്ഷൻ ഓഫ് LED എന്ന് പറയുന്നത് LEDs are poor diodes usually made from gallium arsenide. With the proper voltage and current, it will emit photons at some variable frequency in small visual spectrum whereby it can visually be seen with our eyes in different colors in the visual spectrum. അതായത് പലതരത്തിലുള്ള LEDs ഒക്കെ ഉണ്ടല്ലോ, പല കളറിലുള്ള LEDസും ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ് LEDൻ്റെ പ്രിപ്പറേഷൻ, എങ്ങനെയാണ് അതിൽ നിന്ന് ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുന്നുള്ളത് ഒക്കെയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് ഫോട്ടോഡയോഡ്. Photodiodes are PN junction diodes designed specifically to prove the photoelectric effect. This means the device shows the junction region of the PN diode to incoming photons, which result in conducting the transfer of electrons across junction. ഇപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഫോട്ടോഡയോഡ്. ഫോട്ടോഡയോഡിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ the active area, light sensitive area, the maximum allowed photo current usually limited by saturation, the dark current through the photodiode in the absence of light when it operated in photoconductive mode, the photocurrent divided by optical power related to the quantum efficiency dependent on the wavelength. Name construction of photodiode.
A photodiode is a PN junction. When a photon of sufficient energy strikes the diode, it excites an electron, thereby creating a free electrons and a positively charged electron hole. This mechanism is known as the inner photoelectric effect. ഈ മെക്കാനിസത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഇന്നർ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അതിൻ്റെ ഫിഗറാണ് താഴെ തന്നിട്ടുള്ളത്, ഒരു ഫോട്ടോ ഡയോഡിൻ്റെ. അപ്പോൾ അടുത്തത് സോളാർ സെൽ. സോളാർ സെൽ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെയധികം ഉപയോഗമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സോളാർ സെൽ ഈസ് ഓൾസോ നോൺ ആസ് ഫോട്ടോ ഗാൽവാനിക് സെൽ. ഫോട്ടോ ഗാൽവാനിക് സെൽ ഓർ സോളാർ സെൽ ഈസ് ദ വൺ വിച്ച് കൺവേർട്സ് സോളാർ എനർജീനെ ഡയറക്റ്റായിട്ട് ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് മാറ്റുക. അപ്പോൾ ഈ സോളാർ സെൽസിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ദ സോളാർ സെൽസ് ആർ ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റിലാണ് ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ പിക്ചറാണ് ഈ തന്നിട്ടുള്ളത്. അതായത് ഡയറക്റ്റായിട്ട് സോളാർ റേഡിയേഷൻ വന്ന് പതിച്ച് അത് നേരെ 3 ലെയറിൽ കൂടെ മാറ്റി അതിനെ ഇലക്ട്രിക് എനർജിയാക്കി മാറ്റുന്നതാണ് സോളാർ സെൽ. അപ്പോൾ അതിന് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ solar cell crystalline silicon consists of a n-type semiconductor emitter layer and p-type semiconductor layer base. The two layers are sandwiched and hence there is formation of p-n junction. അവിടുന്ന് ഒരു p-n junction നമ്മൾ ഉണ്ടാക്കിയെടുക്കും ഇങ്ങനെ n-type semiconductor p-type semiconductor ലെയർ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ സർഫസ് സിമ്പിൾ ഒരു ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിങ്ങിനെ കൊണ്ട് കോട്ട് ചെയ്യും ടു അവോയ്ഡ് ലോസ് ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് എനർജി ഡ്യൂ ടു റിഫ്ലക്ഷൻ. അതായത് റിഫ്ലക്ഷൻ മൂലം ഇൻസിഡൻറ്റ് ലൈറ്റ് പോയി പോകാൻ വേണ്ടി. നമ്മൾ ഈ സോളാർ പാനലിൽ സൺലൈറ്റിലേക്ക് വെക്കുമ്പോൾ അതിൻ്റെ ലൈറ്റ് എനർജി ഈ സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസ് അബ്സോർബ് ചെയ്യും. ഡ്യൂ ടു ദിസ് അബ്സോർബ്ഡ് എനർജി ദി ഇലക്ട്രോൺസ് ആർ liberated and produced the external DC current. The DC current is converted into 240 volt AC current using an inverter for different application. മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഈ ഇപ്പം പറഞ്ഞ 3 ഫോട്ടോണിക് ഡിവൈസസിൻ്റെ IV ക്യാരക്ടറിസ്റ്റിക് ഗ്രാഫാണിത്. അത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ നമുക്ക് എമിറ്റർ ഫോർ ട്രാൻസ്മിറ്റർ, അതായത് ലേസറിലും LED-ലും ഒക്കെയുള്ള IV ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പിന്നെ എനർജി ജനറേഷൻ സോളാർ ഫോട്ടോ വോൾട്ടായിക്കിൻ്റെ IV ക്യാരക്ടറിസ്റ്റിക്സ്. അണ്ടർ ഇലുമിനേഷൻ ഫോട്ടോ ഡിറ്റക്ടർ റിസീവർ ഇമേജ് സെൻസറിൻ്റെ ഒക്കെ IV ക്യാരക്ടറിസ്റ്റിക്സ് ആണ് തന്നിട്ടുള്ളത്. ഇനി ഒപ്റ്റിക്കൽ ഫൈബർ. ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ സ്ട്രക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ഇതാണ് കോർ എന്ന് പറയുന്നത്. അതിൻ്റെ പുറത്തുള്ള കോട്ടിങ്ങിനെയാണ് നമ്മൾ ക്ലാഡിംഗ് എന്ന് വിളിക്കുക. ഏറ്റവും പുറത്തുള്ള കോട്ടിങ് ജാക്കറ്റ്. ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് നോക്കാം. ആദ്യം തന്നെ അതിന് ഏറ്റവും ഉള്ളിലുള്ളതാണ് ഫൈബർ ഒപ്റ്റിക് കോർ എന്ന് പറയുന്നത്. ദ ഇന്നർ ലൈറ്റ് കേരിയിങ് ലെയർ വിത്ത് എ ഹൈ ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ. അതിന് ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് വെച്ചാൽ കൂടുതലായിരിക്കും. പിന്നെ ക്ലാഡിങ് അതിൻ്റെ പുറത്തു കൂടെയുള്ള ലെയർ. ദ മിഡിൽ ലെയർ വിച്ച് സെർവ്സ് ടു കൺഫൈൻ ദ ലൈറ്റ് ടു ദ കോർ. ഇറ്റ് ഹാസ് എ ലോവർ റിഫ്രാക്ഷൻ ഇൻഡെക്സ് ദാൻ കോർ. അതായത് കോറിനെക്കാട്ടും റിഫ്രാക്ഷൻ ഇൻഡെക്സ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ലൈറ്റിനെ മൊത്തം കോറിൽ തന്നെ കൺഫൈൻ ചെയ്യിക്കാൻ ഇതുകൊണ്ട് സാധിക്കും. പിന്നെ ജാക്കറ്റ്. ദ ഔട്ടർ ലെയർ വിറ്റ് ചേർസ് ആസ് എ ഷോക്ക് അബ്സോർബർ ടു പ്രൊട്ടക്ട് ദ കോർ ആൻഡ് ക്ലോഡിങ് ഫ്രം ഡാമേജ്. അതായത് കോറിനെയും ക്ലാഡിങ്ങിനെയും ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജാക്കറ്റ് കൊടുക്കുന്നത്. ദ കോട്ടിങ് യൂഷ്വലി കംപ്രൈസസ് ഓഫ് 1 or more coats of plastic material to protect the fiber from the physical environment. Sometimes metallic sheaths are added to coating for further physical protection. ഇനി ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൽ കൂടെ ലൈറ്റ് പോകുന്നതിൻ്റെ പ്രിൻസിപ്പിളാണ് എന്ന് വെച്ചാൽ ദ ലൈറ്റ് ഇൻ എ ഫൈബർ ഒപ്റ്റിക് കേബിൾ ട്രാവൽസ് ത്രൂ എ കോർ ബൈ കോൺസ്റ്റൻ്റ്ലി ബൗൺസിങ് ഫ്രം ദ ക്ലാഡിങ്, എ പ്രിൻസിപ്പിൾ കോൾഡ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. Because the cladding does not absorb any light from the core, the light wave can travel great distances. അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ. ആ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ ഫിനോമിന ഉപയോഗിച്ചിട്ടാണ്
ഒപ്റ്റിക്കൽ ഫൈബറിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പിക്ചറിൽ കാണാൻ മനസ്സിലാവും ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വഴി എത്ര ദൂരം വേണമെങ്കിലും ലൈറ്റിന് നമുക്ക് ഒപ്റ്റിക്കൽ കേബിളിൽ കൂടെ കടത്തിവിടാം. കാരണം ഇതിൽ ക്ലാഡിങ് തീരെ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നില്ല. ക്ലാഡിങ് തീരെ ലൈറ്റിനെ അബ്സോർബ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ലൈറ്റ് ലോസ് തീരെ ഉണ്ടാവില്ല. അപ്പോൾ അതിന് കൂടുതൽ ദൂരം പോകാൻ പറ്റും. അടുത്ത രണ്ട് ടൈപ്പ് ഓഫ് ഫൈബർ കേബിൾസ് ആണ് സ്റ്റെപ്പ് ഇൻഡെക്സ് ആൻഡ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ കേബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ കേബിൾസ് എന്താണെന്ന് നോക്കാം. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ കോർ ഈസ് യൂണിഫോം. അതായത് ഈ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനിയിപ്പം ഗ്രേഡഡ് ഇൻഡെക്സ് ആണെങ്കിൽ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ കോർ ഈസ് വേരീസ് ഗ്രാജുവലി. അതായത് ഗ്രാജുവലി അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ ചേഞ്ച് വരും ആസ് എ ഫങ്ഷൻ ഓഫ് റേഡിയൽ ഡിസ്റ്റൻസ് ഫ്രം ദ ഫൈബർ സെൻറ്റർ. ഫൈബർ സെൻറ്ററിന് ഉള്ള ഡിസ്റ്റൻസ് കണക്കെ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്രാജുവലി കുറഞ്ഞു വരും. സിംഗിൾ മോഡ് ഫൈബേഴ്സ് ആർ നോർമലി സ്റ്റെപ്പ് ഇൻഡെക്സ്. സിംഗിൾ മോഡ് ഫൈബർ കേബിൾ എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഇൻഡെക്സ് ആണ്. അതായത് ഒറ്റ ഇതിനെ മാത്രം കടത്തിവിടുന്നത് സ്റ്റെപ്പ് ഇൻഡെക്സ് ആണ്. ഗ്രേഡഡ് ഇൻഡെക്സ് മൾട്ടിമോഡ് ഫൈബേഴ്സ് പെർഫോമൻസ് ഈസ് സുപ്പീരിയർ ടു സ്റ്റെപ്പ് ഇൻഡെക്സ് മൾട്ടിമോഡ്. ഇനി ദ ന്യൂമറിക്കൽ അപ്പർച്ചർ ഇറ്റ് ഇല്ലുസ്ട്രേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോൺ ഓഫ് അക്സെപ്റ്റൻസ് ആൻഡ് ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ. ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് വെച്ചാൽ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. പിന്നെ അക്സെപ്റ്റൻസ് ആംഗിൾസ് അത് വന്ന് ഇൻസിഡൻ്റ് ആവുന്ന ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പുറത്ത് കാണിക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ അക്സെപ്റ്റൻസ് കോൺ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂമറിക്കൽ അപ്പർച്ചർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൻ കോർ സ്ക്വയർ മൈനസ് എൻ ക്ലാഡിങ് ഹോൾ സ്ക്വയർ. എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ എൻ കോർ സ്ക്വയർ മൈനസ് എൻ ക്ലാഡിങ് ഹോൾ സ്ക്വയർ ആണ് നമുക്ക് ന്യൂമറിക്കൽ അപ്പർച്ചർ കിട്ടുക. Shows the light gathering ability of the optical fiber. High Na means that the fiber optic admits more light. പിന്നെ ഇനി ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ബ്ലോക്ക് ഡയഗ്രം ആണ് താഴെ തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ ഇൻപുട്ട് സിഗ്നൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ ട്രാൻസ്മിറ്ററിൽ കൂടെ പിന്നെ നേരെ ഒപ്റ്റിക്കൽ സ്പ്ലൈസ് അവിടുന്ന് നേരെ റിപ്പീറ്ററിലേക്ക് പോകും. റിപ്പീറ്ററിന് നേരെ റിസീവറിലേക്ക് പോകും. എന്നിട്ട് അത് നമുക്ക് ഇലക്ട്രിക്കൽ സിഗ്നൽ ഔട്ട്പുട്ടായിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ ഓരോന്നിനും അതിൻ്റേതായ ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ട്രാൻസ്മിറ്റർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് ഇടയ്ക്ക് റിസീവറിലെത്തിക്കും. റിസീവറിന് നമുക്കത് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അപ്ലിക്കേഷൻ ഓഫ് OFC ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ്. അപ്പോൾ മെഡിക്കലായിട്ടും ഇൻഡസ്ട്രിയലായിട്ടും ഒക്കെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസിന് ധാരാളം അപ്ലിക്കേഷൻസ് ഉണ്ട്. ഫൈബർ ഒപ്റ്റിക് കേബിൾസ് ഫൈൻഡ് മെനി യൂസസ് ഇൻ wide variety of industries and applications. Some uses of fiber optic cables include മെഡിക്കലായിട്ട് ഇതിനെ നമുക്ക് ലൈറ്റ് ഗൈഡ്സ് ആയിട്ടും ഇമേജിങ് ടൂൾസ് ആയിട്ടും ലേസേഴ്സ് ഫോർ സർജറീസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിഫൻസ് ഗവൺമെൻറ്റിൽ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. യൂസ്ഡ് ആസ് എ ഹൈഡ്രോഫോൺ ഫോർ സീസ്മിക് ആൻഡ് സോണാർ യൂസസ്. പിന്നെ എയർക്രാഫ്റ്റ് വയറിങ്ങിൽ ഉപയോഗിക്കും, സബ്മെറൈൻസിൽ. പിന്നെ മറ്റ് വെഹിക്കിൾ ഓൾസോ ഫോർ ഫീൽഡ് നെറ്റ്വർക്കിങ്ങിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഡാറ്റ സ്റ്റോറേജ് യൂസ്ഡ് ഫോർ ഡാറ്റ ട്രാൻസ്മിഷൻ നമുക്ക് ഇത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ടെലികമ്മ്യൂണിക്കേഷൻ ഫൈബർ ഈസ് ലേഡ് ആൻഡ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിംഗ് പർപ്പസസ്. നെറ്റ്വർക്കിംഗ് used to connect users and servers in variety of network settings and help increase the speed and accuracy of data transmission. Industrial or commercial used for imaging in hard to reach areas as wiring where EMI is an issue, as sensory devices to make temperature, pressure and other measurements, and as wiring in automobile and in industrial settings. പിന്നെ ബ്രോഡ്കാസ്റ്റ് ഓർ കേബിൾ കമ്പനീസ് ആർ യൂസിങ് ഫൈബർ ഒപ്റ്റിക് കേബിൾസ് ഫോർ വയറിംഗ് CATV, HDTV, ഇൻ്റർനെറ്റ്, വീഡിയോ ഓൺ ഡിമാൻഡ് ആൻഡ് അതർ അപ്ലിക്കേഷൻസ്. Fiber optic cables are used for lighting,
and imaging and as sensors to measure and monitor a vast array of variables. Fiber optic cables are also used in research and development and testing across all the above mentioned industries. ഇതിനേക്കാളും കൂടുതൽ അപ്ലിക്കേഷൻസ് ഉണ്ട്, കുറച്ച് മാത്രമേ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസിന് വാസ്റ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ആണുള്ളത്. നെക്സ്റ്റ് ആയിട്ട് ഫൈബർ ഒപ്റ്റിക് സെൻസർ. The fiber optic sensor is illustrated diagrammatically in figure 1. ഇതിൽ തന്നിരിക്കുന്നതാണ് ഒരു ഫൈബർ ഒപ്റ്റിക് സെൻസർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഫിസിക്കൽ, കെമിക്കൽ, ബയോമെഡിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലൈ, ഇപ്പോൾ ലൈറ്റ് മോഡുലേറ്റർ, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്, ലൈറ്റ് ഇൻപുട്ട്, ലൈറ്റ് ഔട്ട്പുട്ട്, ഇങ്ങനെയാണ് ഒരു ഫൈബർ ഒപ്റ്റിക് സെൻസറിൻ്റെ ഇതുണ്ടാവുക. എ ഫൈബർ ഒപ്റ്റിക് സെൻസർ ഈസ് എ സെൻസർ ദാറ്റ് യൂസസ് ഒപ്റ്റിക്കൽ ഫൈബർ ആസ് ദ സെൻസിങ് എലമെൻറ്റ്. ഒപ്റ്റിക്കൽ ഫൈബറിനെ സെൻസിങ് എലമെൻ്റ് ആക്കി യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫൈബർ ഒപ്റ്റിക് സെൻസർ എന്ന് വിളിക്കുക. The basic components are simple. Light is taken to modulation region using a fiber and modulated there by physical or chemical phenomena, and modulated light is transmitted back to receiver, detected and demodulated. ഇതിൻ്റെ വർക്കിംഗ് സിമ്പിളാണ്. അതായത് ലൈറ്റ് ആ ഫോട്ടോയിൽ കാണിച്ചിട്ടുള്ള അതിനെ ഫൈബറിൽ കൂടെ ലൈറ്റ് മോഡുലേറ്ററിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഫിസിക്കലോ കെമിക്കലോ ബയോമെഡിക്കലോ ആയിട്ടുള്ള ഫിനോമിനയിൽ കൂടെ അതിനെ മോഡുലേറ്റ് ചെയ്യും. എന്നിട്ട് മോഡുലേറ്റഡ് നേരെ തിരിച്ചു വിടും. റിസീവറിൽ വെച്ചിട്ട് അത് ഡിറ്റക്റ്റ് ചെയ്യും, അതിനെ ഡിമോഡുലേറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ അടുത്തതാണ് ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് ആൻഡ് ഫേസ് മോഡുലേറ്റഡ് സെൻസേഴ്സ്. അപ്പോൾ ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് സെൻസേഴ്സ് ഈസ് എ ടൈപ്പ് ഓഫ് ഫൈബർ ഒപ്റ്റിക് സെൻസർ ദാറ്റ് റെസ്പോണ്ട്സ് ടു ചേഞ്ച് ഇൻ ഇൻറ്റൻസിറ്റി ഓഫ് received light caused by the displacement or other phenomena being measured. അതായത് ഇൻറ്റൻസിറ്റി മെഷേർഡ് എന്ന് പറഞ്ഞാൽ ഈ റിസീവ്ഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയിലുള്ള ചേഞ്ചിന് റെസ്പോണ്ട് ചെയ്യുന്ന സെൻസേഴ്സാണ്. ഇനി അടുത്തത് ഫേസ് മോഡുലേറ്റഡ് സെൻസർ. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സെൻസർ യൂസ്ഡ് ഇൻ ഇൻറ്റർഫെറോമീറ്റേഴ്സ് ടു കമ്പയർ ദ ഫേസ് ഓഫ് ലൈറ്റ് ഡിറ്റക്റ്റഡ് ബൈ സെൻസിങ് ഫൈബർ വിത്ത് ദാറ്റ് ഓഫ് എ റെഫറൻസ് ഫൈബർ. നമ്മൾ ഫേസ് മോഡുലേറ്റഡ് സെൻസറിന് നമ്മൾ ഇൻറ്റർഫെറോമീറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഈ ഫേസ് ഓഫ് ലൈറ്റ്, അതായത് ഒരു സെൻസിങ് ഫൈബറിന് കിട്ടിയ ഫേസ് ഓഫ് ലൈറ്റ് ഒരു റെഫറൻസ് ഫൈബറുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫേസ് മോഡുലേഷൻ ഈസ് എ മെത്തേഡ് ഓഫ് ഇംപ്രസിങ് ഡാറ്റ ഓൺ ടു എ സി വേവ് ഫോം ബൈ വേരിയിങ് ഇൻസ്റ്റൻറ്റേനിയസ് ഫേസ് ഓഫ് വേവ്. അതായത് ഫേസ് മോഡുലേഷൻ എന്ന് വെച്ചാൽ ഒരു ഡാറ്റ നമ്മളൊരു എ സി വേവ് ഫോമിലേക്ക് ഇംപ്രസ് ചെയ്യുക ബൈ വേരിയിങ് ഇൻസ്റ്റൻറ്റേനിയസ് ഫേസ് ഓഫ് ദ വേവ്. മൊഡ്യൂൾ 5 സൂപ്പർ കണ്ടക്ടിവിറ്റി ആൻഡ് ഫോട്ടോണിക്സിൽ മേജറായിട്ടും ഇതൊക്കെയാണ് ഇപ്പോൾ സിലബസ് അനുസരിച്ച് ഇങ്ങോട്ട് പഠിക്കാനുള്ളത്. അതിനെക്കുറിച്ചുള്ള ഒരു ചെറുതായിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്.